Audio Jungle. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ ഞാൻ വീണ്ടും ഒരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നൊരു പ്രോഗ്രാം വ്ളോഗാണ്. പിന്നെ പ്രോഗ്രാമിൻ്റെ കുറച്ച് വിശേഷങ്ങളും ഡാൻസും ഒക്കെയാണ് ഈ വീഡിയോ. അപ്പോൾ എല്ലാവരും ഫുള്ള് കാണണം, എല്ലാവരും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കും. അപ്പോൾ നമ്മളിതാ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇതാണ് പ്രോഗ്രാമിന് മേക്കപ്പ് ഇടാൻ പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സ്, അതായത് ഇങ്ങനെയാണ് കോസ്റ്റ്യൂം. പിന്നെ നമ്മളിതായിട്ട് ഇറങ്ങാൻ പോവുകയാണ്. ബാക്കിയുള്ള വിശേഷങ്ങൾക്ക് പോകെ കാണാം. അപ്പോൾ ഇതാ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഇപ്പം ഏകദേശം സമയം 1:30 ആയിട്ടുണ്ട്. അച്ഛൻ്റെ വണ്ടിയൊക്കെ എടുത്ത് പുറത്ത് വയ്ക്കുകയാണ്. അടുത്തൊക്കെ ഉള്ള പ്രോഗ്രാമിന് നമ്മൾ സ്കൂട്ടിയിലാണ് പോകുന്നത്. 2 സ്കൂട്ടിയിലായിട്ട് പോകും. പോണത് അച്ഛനാണേ. നമ്മൾ അച്ഛൻ്റെ പുറകെ പോവുകയാണ്. നമ്മളോട് പ്രോഗ്രാം ചെയ്യുന്ന ചേച്ചിയുടെ വീട്ടിലാണ് മേക്കപ്പ്. അവരുടെ സ്പോൺസറാണ് ഇന്നത്തെ പ്രോഗ്രാം. പിന്നെ ചേച്ചിയുടെ ബർത്ത്ഡേയും കൂടെയാണ്. പിന്നെ അവർ നമുക്ക് ലഞ്ചൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ അങ്ങോട്ട് പോവാം. നിങ്ങളുടെ ചേച്ചിയുടെ വീട്ടിലെത്തി. ആരും വന്നിട്ടില്ല, എക്സാമൊക്കെ ആയതുകൊണ്ട് എല്ലാവരും താമസിച്ചേ വന്നിട്ടുള്ളൂ. നമ്മളവിടെ ചെന്നപ്പോൾ ചേച്ചിയും ഇപ്പം വന്നതേ ഉള്ളൂ. ചേച്ചി ഇങ്ങനെ തിരക്കിട്ട ജോലിയിലാണ്. ചേച്ചിയുടെ അമ്മ ബ്യൂട്ടീഷ്യനാണ്. അപ്പോൾ ആ റൂമാണ് ഈ കാണുന്നത്. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മേക്കപ്പ് മാഷ് വന്ന്. രഞ്ജിത്ത് മാഷാണ് നമുക്ക് മേക്കപ്പ് ഇടുന്നത്. രഞ്ജിത്ത് മാഷും ടീമും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ ബർത്ത്ഡേ ആണെന്ന്. അതിൻ്റെ ഒരു ചെറിയ കേക്ക് കട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്ത് അപ്പം ഞാൻ എന്താ മേക്കപ്പൊക്കെ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതാ ചേച്ചി റെഡി ആയിട്ട് വന്നു. ചേച്ചിക്ക് ആദ്യം കുച്ചിപ്പൊടിയാണ്. ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ഇതാ എല്ലാവരും വന്നു തുടങ്ങി.
ഇപ്പോൾ ഏകദേശം എല്ലാവരും റെഡിയായി കഴിഞ്ഞു. ഇനിയാണ് എനിക്ക് ഡ്രസ്സും ഹെയറും ഒക്കെ ചെയ്യുന്നത്. കാരണം ശിവൻ്റെ വേഷമായതുകൊണ്ട് രഞ്ജിത്ത് മാഷ് വന്നാലേ ഇനിയിപ്പം ബാക്കി ഹെയറിങ് ഒക്കെ ചെയ്യാൻ പറ്റും. ഞാൻ അടിയിൽ രണ്ടാമത്തെ ഐറ്റത്തിന് ഡ്രസ്സ് ഇട്ടേക്കാണ്. കാരണം ആദ്യത്തെ ഐറ്റം കഴിഞ്ഞ് പിന്നെ സമയം കിട്ടത്തില്ല പെട്ടെന്ന് ഹെയർ ഡ്രസ്സൊക്കെ ചെയ്യാൻ. അപ്പോൾ ഇതാ ഡ്രസ്സിങ്ങൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് സ്ഥിരം നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്, മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതാ വണ്ടിയൊക്കെ വന്ന് ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷേ പിന്നെ മേക്കപ്പൊക്കെ ഇട്ട് ചിലങ്കയൊക്കെ കെട്ടി നടക്കാൻ വയ്യാത്തതുകൊണ്ട് പിന്നെ വണ്ടി അറേഞ്ച് ചെയ്തതാണ്. അപ്പോൾ നമ്മളിതാ സ്റ്റേജിൻ്റെ പുറകിലെത്തി. പിന്നെ അമ്പലത്തിൽ എന്തൊക്കെയാണ് പൂജകളൊക്കെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. എട്ട് മണിയോടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ചേച്ചിയുടെ കുച്ചിപ്പുടി ആയിരുന്നു. അതിനുശേഷമാണ് ബാക്കിയുള്ള ഐറ്റംസൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. പിന്നൊരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് ചിദംബരം ഡാൻസ് അക്കാഡമി എന്നാണ്. പിന്നെ ലൈറ്റ് അറേഞ്ച് ചെയ്തേക്കുന്നത് സുരേഷ് അണ്ണനാണ്. പ്രൊജക്ടർ അറേഞ്ച് ചെയ്തേക്കുന്ന അജയ് മാമനാണ്. ശിവൻ്റെ ഐറ്റം കഴിഞ്ഞിട്ട് ഇതായപ്പോൾ കണ്ണകിയുടെ ഹെയർ കെട്ടുകയാണ്. ഇതിനിടയ്ക്ക് ഇപ്പോൾ കൊച്ചു പിള്ളേരുടെയൊക്കെ ഡാൻസ് ഉണ്ടായിരുന്നു, അതൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇവിടെ വന്ന് അമ്മ എനിക്ക് ഹെയർ ചെയ്യാനൊക്കെ വന്ന സമയത്ത് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇനി അടുത്ത ഐറ്റത്തിന് വേണ്ടി റെഡിയാവുകയാണ്. പിന്നെ ബാക്കിയുള്ള ഐറ്റംസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അമ്മയുടെ ഫോണിൽ ചാർജ് കുറവായിരുന്നു. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് നിർത്തേണ്ടി വന്നു. അപ്പോൾ നമ്മളൊക്കെ ഇതാ റെഡിയായിട്ട് ഇങ്ങനെ പലയിടത്തൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ ഇടയ്ക്ക് വെച്ച് നിർത്തി വെക്കേണ്ടി വന്ന്, ഇടയ്ക്ക് ഘോഷയാത്രയൊക്കെ വന്ന ആ സമയത്ത് പിന്നെ കുറച്ച് താമസിച്ചൊക്കെയാണ് തുടങ്ങിയത്. ഇനി ആ ഘോഷയാത്രയൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്കിനിപ്പോൾ ഡാൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളൊക്കെ ഇതാ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഒക്കെ പോയി തുടങ്ങി. നമ്മളെന്താ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലോട്ട്. പിന്നെ ഞാൻ പറയാൻ മറന്നു, ഇതൊക്കെ അച്ഛൻ്റെ സ്റ്റുഡൻസ് ആട്ടോ ഫ്രണ്ടിൽ പോണത്. അവരുടെ ഒന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല, അവരൊക്കെ ഭയങ്കര ബിസിയായിരുന്നു. ഇപ്പോൾ സമയം ഏകദേശം 12 മണി കഴിഞ്ഞ്. റോഡിലൊന്നും ആരും ഇല്ലായിരുന്നു, നമ്മൾ മാത്രം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതാ വീടെത്തി. ഇനിയിപ്പം വേഗം ഒന്ന് ഫ്രഷായി മേക്കപ്പൊക്കെ ഒന്ന് അഴിക്കണം. എന്നിട്ട് എനിക്കിനി കിടന്ന് ഉറങ്ങണം. ഇനിയിപ്പോൾ രാവിലെ എണീറ്റ് സ്കൂളിൽ പോകണം. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.